എന്താ ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഇപ്പം അമ്മു? നമ്മുടെ ഗൈഡിന് ഹിന്ദി അറിയത്തുള്ളൂ, പക്ഷെ ഉണ്ണിക്കുട്ടിന് ഹിന്ദി അറിഞ്ഞൂടാ. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ ചാർജ് അമ്മൂന്ന് കൊടുക്കണം. ഇപ്പൊ ഉണ്ണിക്കുട്ടൻ നീ 2 പേർക്ക് കാശ് കൊടുക്കേണ്ട ഗതികേടായാലും. നമ്മളെവിടെയുള്ള അമ്മുക്കുട്ടി? ആ, ഇവിടെ എവിടെയെല്ലാം നമുക്ക് നോക്കാം അല്ലേ. 1965 के अराउंड की बात है। यहाँ पर लोकल लोग फार्मिंग वगैरह करने आते थे। फार्मिंग वगैरह करने आते थे तो क्या है कि 1965 के अराउंड की बात है, विलेज के लोग थे, इतने एजुकेट वगैरह तो थे नहीं। उनमें से एक पर्सन थे संबोधन गढ़वी, वो उस टाइम पर ऐसे थोड़े बहुत एजुकेट थे। तो उनको क्या है कि यहाँ पर वो काम करने आते थे ना, तब यहाँ से बेड्स वगैरह ऐसे एंटीबॉडी मिलती रहती थी। അമ്മുക്കുട്ടി കണ്ടാ, ഇതാണ് വെള്ളം. അന്നവർ സ്റ്റോർ ചെയ്യാൻ പുഴയിൽ നിന്നുള്ള വെള്ളം വഴിതിരിച്ച് വിട്ടിട്ട് ഇതിലാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്, ഹാരപ്പന്മാർ അല്ലേ. ആ, അവരുടെ അപ്പർ ടൗണാണ് അത് കാണുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കാര്യങ്ങളല്ലേ ഇത്. ധാരപ്പാ, നീ 5000 വർഷത്തിന് മുമ്പുള്ള മനുഷ്യനാണോ? അത് ഈ കാലഘട്ടത്തിലാണോ? ഇത് കണ്ടില്ലേ കുണ്ട്, അതിൽ വെള്ളം നിറച്ചില്ലേ? ആ വെള്ളം ആദ്യം ഇവിടെ വരും. ഇവിടെ നിന്ന് വെള്ളം കുറച്ചേരം സ്റ്റോർ ചെയ്ത് വെള്ളം ഊറിയിട്ട് നല്ല വെള്ളം മാത്രം ഈ ചെറിയത് കണ്ട ഓട്ടാ പൈപ്പിൻ്റെ ഇതുവഴി നേരെ വന്നിട്ട് ഇപ്പുറത്തെ കുഴിയിലേക്ക് വരും. സോ ഇവിടെ നിന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതിലും വെള്ളം അടിഞ്ഞതിന് ശേഷം നേരെ മുമ്പിൽ കണ്ട അവിടെ കണ്ട ദൂരത്തിലൊരു നിലവട്ടണ്ട, അതിലൂടെ ശുദ്ധവെള്ളം വന്നിട്ട് അവസാനം ലാസ്റ്റിലേക്ക് പോകും. അവിടെ ശുദ്ധമായ വെള്ളം കുടിവെള്ളം. ഓക്കെ, ഇവിടെ വന്നിട്ട് പണ്ട് വന്നിട്ട് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൃഷിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ധാന്യങ്ങൾ നിറക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഓക്കെ, ഇവർക്ക് ധാന്യങ്ങൾ എവിടെ നിന്ന് ഇവർക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻജാദാരോ ഒക്കെ ഇല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ മോഹൻജാദാരോലൊക്കെ വരുന്നത് ഇവിടുന്ന് ആ മുത്തുകളൊക്കെ ഉണ്ടാക്കുന്ന ഇവർ ഇല്ലേ, കടലിൽ നിന്ന് മുത്തും പേളിൻ്റെ ഇതൊക്കെ മാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് മോഹൻജാദാറിന് കൊടുത്തിട്ട് ആ മുത്തുകൾ മാല കൊടുത്തിട്ട് പകരം എന്ത് വാങ്ങും? ധാന്യങ്ങൾ വാങ്ങും. ഈ ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഇവർ സ്റ്റോർ ചെയ്തത്. ഇതിനുള്ള ധാന്യങ്ങൾ കണ്ടെത്തിയിരുന്നു. മനസ്സിലായോ? ആ, എന്നാൽ നമുക്ക് അടുത്ത സെറ്റായിട്ട് കാണാം. കിട്ടുള്ളൂ. ഇത് ഇവരുടെ ഈ അപ്പർ ടൗണിൽ അവരുടെ പണിക്കാർ താമസിക്കുന്ന ഏരിയ ആയിരുന്നു. അവിടെയായിരുന്നു സ്റ്റോറേജ് ഉള്ളത് അല്ലേ. ഇതാണ് അപ്പർ ടൗണ്. അപ്പർ ടൗൺ ഇതാണ് ഒരു താമസിച്ച വീടുകളുള്ള സ്ഥലങ്ങൾ. കണ്ട, ഇവിടെയാണ് അവരുടെ വീടുകളുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ട അവരുടെ കുളിമുറിയുള്ള ഏരിയയാണ്, വാട്ടർ ടാങ്കാണ്. പിന്നെ കിണർ കണ്ടോ, അവിടെ ഒരു കുഴി കണ്ടപ്പോഴോ അതിലാണ് കിണർ കുഴിച്ചത് അവരവിടെ. അവിടുന്ന് വെള്ളം കൊണ്ടുവരും. പിന്നെ ഈ സ്ഥലം കണ്ട, ഇതാണ് അവരുടെ ബീഡ് വർക്ക്ഷോപ്പ്. ഇവിടെയാണ് അവർ മുത്തുമല്ലൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ, അവർക്ക് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ആ മുത്തുമല്ല ഉണ്ടാക്കി അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റുകളില്ലേ, അതൊക്കെ ഇവിടെ കുറേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പോലും. പിന്നെ കല്ല് ഉരക്കുമ്പോൾ അതിന് കല്ല് തേഞ്ഞ കല്ലൊക്കെ എടുത്ത് അവർ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇതാ ഒരു ഹാരപ്പൻ മങ്കി എടുത്തു, അതാ മറന്നതാ ഹാരപ്പൻ മങ്കി എന്ന് പറയും. അതേതാ ഒരു കുട്ടി മങ്കി പോണേ, കുട്ടി മങ്കി വാ. സിവിലൈസേഷൻ പഠിക്കണോ? പഠിച്ചു കഴിഞ്ഞാ ഇതേ കിണറ്റിൽ നിന്ന് വന്ന ഭൂതം. എടാ, അത് ഇപ്പൊ ഉപയോഗിക്കുന്ന മാത്രമല്ല, അത് പണ്ട് ഉപയോഗിച്ച മാത്രമാ. അയ്യോ നാറ്റിച്ച നീ അവിടെ. ആ താഴെ വെള്ള കളർ കല്ലുകൾ കണ്ട, ഇതാണ് ലൈം സ്റ്റോണ്. ഇതിൻ്റെ ഉള്ളിൽ മുൾത്താനി മണ്ണും വന്നിട്ട് മിക്സാക്കിയിട്ട് ഇതിനുള്ള വെള്ളം സ്റ്റോർ ചെയ്യുമ്പില്ലേ, നല്ല തണുത്ത വെള്ളം കിട്ടും. ആ, ഇത് നേച്ചുറൽ റെഫ്രിജറേറ്ററാണ് അവരുടെ. നീ ടെബാത്ത് കണ്ടിട്ടുണ്ടാ? ഇതാണ് ടെബാത്ത്. ഇതാ ഇതുവഴി അവർ ഇറങ്ങി ചെല്ലുവേ. ഇറങ്ങി ചെന്നിട്ട് അവിടെ നിൽക്കും. കണ്ട ഒരു കിണൽ കണ്ട, അവിടെ നാളി കണ്ട, അതുവഴി ഇതാ അവിടെയുള്ള കിണറില്ല, അവിടെയുള്ള വെള്ളം ഇതുവഴി ശക്തിയിൽ വരുമ്പോൾ താഴെ നിന്ന് ആൾക്കാർ കുളിക്കും. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? നടുവിലൊരു കല്ലുണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ അപ്പാട് ഡ്രെയിനായിട്ട് അങ്ങ് പോകും. പിന്നെ ഇതിൽ വേസ്റ്റ് ഡ്രെയിനായി പോകും. പിന്നെ അടിയിൽ കണ്ട വെള്ളക്കല്ല് കണ്ട, ഇവിടെയും ചുണ്ണമ്പ് കല്ല് എന്നുവെച്ചാൽ ഇവിടെ തണുത്ത വെള്ളമാണ് ഇവിടെ ഉണ്ടാവുക. ചുണ്ണാമ്പ് ഇത് വെച്ചിട്ട്. ഓക്കെ, ഹായ് ദീപ, കുളിക്കാൻ ഇപ്പൊ പോണ്ട, അവിടെ വെള്ളമില്ല. ബാബൂരി അവര് ഫുൾ ലക്ഷറി ലൈഫായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടാ.
ഇപ്പം 40 അടി താഴ്ചയുണ്ട്, എന്നും 40 അടി ബാക്കി കുഴിക്കാനുണ്ട് എന്നാ പറഞ്ഞത്. 80 അടി. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഇത് കണ്ട് ഈ ചെരിഞ്ഞ കല്ല് കണ്ട ഇതിലേക്കാണ് അവർ ഒഴിക്കുക. ഇത് ഒഴിച്ചത് വന്നിട്ട് സൈഡിൽ കൂടെ അവിടെ നാളി വെച്ചിട്ട് അവർ നേരെ മുമ്പിൽ കണ്ട ആ ഷവർ ബാത്തും നമ്മുടെ വെള്ളം കുടിക്കുന്ന വെള്ളമൊക്കെ ഇല്ലേ അവിടെ സ്റ്റോറേജിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വെക്കും വെള്ളത്തിന്. ഇവിടുന്ന് കോരിയിട്ട് ഇത് കോരിയിട്ട് കയറുകൊണ്ട് ഉറഞ്ഞുണ്ടായ പാടുകളുണ്ട് കല്ലിൽ ഉറഞ്ഞ പാടുകളാണ് ഈ കാണുന്ന പാടുകൾ. അതായത് ഈ വഴിയില്ലേ, ഈ വഴി വൺ വേ നടന്നു കാണാനായിട്ടാണ് ഇവിടെ 2 കല്ലും അങ്ങേയത്തെ 2 കല്ലും വെച്ചിട്ട് അവർ വഴി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത് 6ാമത്തെ ജനറേഷൻ വരെ. പക്ഷേ 7ാമത്തെ ജനറേഷൻ ആകുമ്പോഴേക്കും ഇവർ വീടുകളൊക്കെ ഇവിടെ കെട്ടാൻ തുടങ്ങി. റൗണ്ട് ഷേപ്പിലാണ് ഇവർ ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഭൂമി കുലുക്കത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അവരെ നടത്തില്ല. അവസാനം ഇപ്പം ഇതിനിപ്പോൾ ആവശ്യമില്ലാണ്ടായില്ല അവസാനം ലാസ്റ്റ്. പിന്നെ അത് സൺഡൈൽ പോലെയായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അതാ വാവേ, അത് ആ കാലത്തിൽ അവരുടെ എഴുത്താണിത്. ഇത് മാത്രമേ ഇവിടെ എഴുത്തായിട്ട് കണ്ടു കിട്ടിയിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള എഴുത്തുകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. കണ്ടില്ല, ഇങ്ങനെ പണ്ട് എഴുതി. നമ്മളിപ്പോൾ ഇതുപോലെയല്ലേ എഴുതുന്നത്, ഗുജറാത്തിലും ഇംഗ്ലീഷിലൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷൊക്കെ ആയിട്ട്. പണ്ട് അവർ ഹരവന്മാർ എഴുതിയത് ഇങ്ങനെയാണ്. അങ്ങനത്തെ ഡ്രോയിങ് വരേണ്ട. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ മനസ്സിലായിട്ടില്ലായിരുന്നു. അതൊന്നാം ശ്രമിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ശ്രമിക്കാം. ഓക്കെ, നിനക്കും വലുതായി ഇങ്ങനെയെല്ലാം ഹിസ്റ്ററി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിനക്കും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വഴിയല്ല ഇത് പറു. ഇതാണ് മഴവെള്ളം വന്നിട്ട് പെയ്ത മഴവെള്ളം നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇതുവഴി പോകുന്നത്. വെള്ളം ഇങ്ങനെ ചാനലെടുത്ത് നേരെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഇതുവഴി നേരെ അണ്ടർഗ്രൗണ്ട് വഴി അങ്ങ് താഴെ സ്റ്റോർ റൂമിൽ വന്നു. ഈ മുകളിലത്തെ ആൾക്കാരുടെ സ്ഥലങ്ങൾ കണ്ടില്ല, ഇവർ താഴത്തേക്ക് പോകുന്ന വഴിയാണിത്. ഇതിൻ്റെ താഴത്തേക്ക് പോകുന്ന വഴി കണ്ട, താഴെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ കണ്ട ഒരു സ്റ്റേഡിയം കണ്ട, ഈ വലിയൊരു സ്ഥലം കണ്ട, മൈതാനി പോലത്തെ. ഇവിടെയാണ് അവർ ഗെയിം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ പല പല ആക്ടിവിറ്റീസ് ഇല്ലേ, ആ ഗെയിമൊക്കെ ഈ ഓപ്പൺ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എഴുതിയ ബോർഡിലെ പറയൂ, അതിവിടെ ഈ കാര്യം വരുന്നത് അവിടെയാണ് ആ ബോർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബോർഡിലുള്ള ലിപികൾ എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അതുണ്ടായിരുന്നത് അവിടെയാണ്. ഒരു ഡോറും വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നത് മരത്തിൻ്റെ മുകളിൽ. ഓക്കെ, ജിപ്സം കൊണ്ടാണല്ലോ എഴുതിയ അവരുടെ പേരും നമ്പറൊക്കെ. എന്താണെന്ന് നോക്കാം നമുക്കിതാ. ഈ ലൈം സ്റ്റോൺ കണ്ട, നല്ല തണുപ്പില്ല. എങ്ങനെ പ്രഭു, 2 നാൾ തൊട്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്? അഭിപ്രായം പറയൂ, കല്ലെങ്ങനെയുണ്ട്? ആരും വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? പാറക്കുട്ടി മോക്ക് നേരത്തെ കൂട്ടുന്ന ഒരു ലെറ്റർ കാണിച്ചു തന്നിട്ടില്ല. ആ ലെറ്റർ എൻ്റർ ചെയ്യുന്നത് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ലെറ്റർ ഭൂമി കുലത്തിലായിട്ട് വീണിട്ട് ഇവിടെ എത്തിപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ എക്സ്പ്രഷൻ ചെയ്യാൻ നോക്കി. പക്ഷേങ്കിൽ അത് ഡാമേജ് ആകുന്നതുകൊണ്ട് അവിടെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ മൂടി വെച്ചിരിക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് അതിനെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൈൻ ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ടയർ മര്യാദയ്ക്ക് ഓടിച്ചില്ല, ഹാമർ എടുത്ത് നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇത് കണ്ട, ഈ ചുമര് കണ്ട അവർ കെട്ടിയത്, ഇതെല്ലാം ചെരിഞ്ഞ് വെച്ച് കെട്ടിയത് കണ്ട. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഭൂകമ്പം നടക്കുന്ന സ്ഥലമാണ് കച്ചില്. അപ്പം ഭൂകമ്പം, എർത്ത്ക്വാക്ക്, അപ്പോൾ ഇതൊന്നും പൊട്ടി വീറതല്ലോ, അതിനാണ് അവർ ചെരിച്ച് വെച്ചിരിക്കുന്നത് സ്ട്രോങ് കിട്ടാൻ. എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? രസമുണ്ടായിരുന്നു ഹാരപ്പൻ സിറ്റി കാണാൻ? കണ്ടല്ലോ, പഠിച്ചല്ലോ ഹാരപ്പൻ സിറ്റി. പണ്ട് കാലത്ത് ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. എത്ര കൊല്ലം മുമ്പ്? 5000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നു ജനങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത്.